വിക്രമാദിത്യ കഥകൾ ഭാഗം 36. ഭക്ഷണം കഴിക്കുവാനുള്ള നേരമായി. പത്മാവതി തന്നെയാണ് ഇരു തപസ്വികൾക്കും ആഹാരം വിളമ്പിക്കൊടുത്തത്. അവൾ സൂത്രത്തിൽ വിക്രമാദിത്യൻ്റെ ഇലയിൽ കുറച്ച് തേൻ വിളമ്പി. ഈ ക്രിയയുടെ പിന്നിൽ എന്തോ ആശയമുണ്ടെന്നും തന്നെ അവൾക്ക് മനസ്സിലായെന്നും രാജാവ് അറിഞ്ഞു. ഭക്ഷണശേഷം ഭട്ടിയോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഭട്ടി പറഞ്ഞു, ഈ നഗരത്തിൽ മധുരം എന്ന പേരിൽ ഒരു ദാസി വസിക്കുന്നുണ്ട്. നാം അവളുടെ അടുക്കൽ ചെന്ന് താമസിക്കണമെന്നാണ് ഇലയിൽ പത്മാവതി തേൻ വിളമ്പിയതിൻ്റെ ഉദ്ദേശം. ഇരുവരും രമേശനോട് യാത്ര പറഞ്ഞ് സ്വന്തം വേഷത്തിൽ തന്നെ മധുരത്തിൻ്റെ മന്ദിരത്തിൽ ചെല്ലുകയും പത്മാവതിയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങളിവിടെ എത്തിയിട്ടുള്ളതെന്ന് പറയുകയും ചെയ്തു. പത്മാവതിയുടെ സ്നേഹിതയായ മധുരത്തിന് സ്വന്തം സഖിയുടെ നിർദ്ദേശം പാലിക്കാൻ സന്തോഷമായിരുന്നു. അവൾ വിക്രമാദിത്യനെയും ഭട്ടിയെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും സൽക്കരിക്കുകയും അവരുടെ ആവശ്യപ്രകാരം പത്മാവതിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറയുകയും ചെയ്തു. നഗരത്തിലെ കോടീശ്വരനായ രമേശൻ്റെ ഏകപുത്രിയാണ് പത്മാവതി. അവൾ ശൈശവത്തിൽ തന്നെ വിവാഹിതയായി. ഭർത്താവ് അപ്പോൾ തന്നെ വ്യാപാരാർത്ഥം വിദേശത്തേക്ക് യാത്രയായതാണ്. ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. പത്മാവതി ഇന്ന് യുവതിയായിരിക്കുന്നു. അവൾ കന്യകയാണ്. വിക്രമാദിത്യനും ഭട്ടിയും കരുതലോടെ പെരുമാറുവാനാണ് നിശ്ചയിച്ചത്. ഇരുവരും ഉടനെ വേഷം മാറി രമേശൻ്റെ മാളികയിലേക്ക് യാത്രയായി. ഇത്തവണ വിക്രമാദിത്യൻ ഒരു യുവസുന്ദരിയുടെയും ഭട്ടി വൃദ്ധനായ ഒരു വ്യാപാര പ്രമുഖൻ്റെയും വേഷമാണ് ധരിച്ചത്. അവർ രമേശനെ ചെന്നുകണ്ട് അഭിവാദനം ചെയ്തു. രമേശൻ തിരക്കി, മനസ്സിലായില്ലല്ലോ, വൈശ്യകുലത്തിൽപ്പെട്ടവരാണെന്ന് ഊഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. സ്വദേശം ഏതാണ്? ഭട്ടി പറഞ്ഞു, താങ്കളുടെ അനുമാനം ശരിയാണ്. ഞങ്ങൾ വൈശ്യകുല ജാതരാണ്. രത്നപുരത്തിലെ കോടീശ്വരനായ വ്യാപാരിയാണ് ഞാൻ. ഇവൾ എൻ്റെ മകളാണ്, വിക്രമാംഗ. ശൈശവത്തിൽ വിവാഹം കഴിഞ്ഞതാണ്. ഭർത്താവ് ദേശാടനത്തിന് പോയിട്ട് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. മകളെയും കൊണ്ട് അവനെ തിരക്കി ഇറങ്ങിയതാണ് ഞാൻ. ഇതുവരെയും കണ്ടുകിട്ടിയില്ല. രമേശൻ പറഞ്ഞു, നമ്മൾ തുല്യ ദുഃഖിതരാണ്. എൻ്റെ മകളും ശൈശവത്തിൽ വിവാഹിതയായതാണ്. ഭർത്താവ് ഇതേവരെ മടങ്ങി വന്നിട്ടില്ല. എനിക്കൊരു ചെറിയ സഹായം ചെയ്തു തരണം. വിക്രമാംഗയുടെ ഭർത്താവിനെ തിരയാൻ ഞാൻ ഇനിയും യാത്ര ചെയ്യുകയാണ്. ഇവളെയും കൊണ്ടുപോകുന്നതിന് പല അസൗകര്യങ്ങളുമുണ്ട്. ഇവൾ ഞാൻ മടങ്ങിയെത്തുന്നത് വരെ ഇവിടെ തന്നെ താമസിക്കട്ടെ. വളരെ സന്തോഷം. എൻ്റെ മകളും തക്കതായ ഒരു കൂട്ടുകാരിയില്ലാതെ വിഷമിക്കുകയാണ്. രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത് വളരെ നല്ല കാര്യമാണ്, രമേശൻ പറഞ്ഞു. ആഹാരത്തിന് ശേഷം മകളെ അവിടെയാക്കി വ്യാപാരി യാത്രയായി. അയാൾ സ്വന്തം രൂപത്തിൽ മധുരത്തിൻ്റെ വീട്ടിലെത്തി അവിടെ സുഖമായി ജീവിക്കാൻ തുടങ്ങി. രമേശനാകട്ടെ തൻ്റെ വിരഹിണിയായ പുത്രിക്ക് ഒരു കൂട്ടുകാരിയെ കിട്ടിയതിൽ അത്യധികം സന്തോഷിക്കുകയും അവളെ പത്മാവതിയെ ഏൽപ്പിക്കുകയും ചെയ്തു. പത്മാവതി കൊതിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയിരുന്നത്. പകലെല്ലാം വിക്രമാദിത്യൻ വിക്രമാംഗ തന്നെയായിരുന്നു. രാത്രിയായാൽ പരിചാരകരും സേവികകളും ഉറക്കത്തിൽ അമർന്നാൽ വിക്രമാംഗയ്ക്ക് പകരം പ്രത്യക്ഷപ്പെടുന്നത് വിക്രമാദിത്യനാണ്. ഒരു ദിവസം അന്നാട്ടിലെ രാജാവ് പരിവാര സമേതനായി ആർഭാടപൂർവ്വം പട്ടണ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആനപ്പുറത്തെ അമ്പാരിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നേത്രങ്ങൾ രമേശൻ്റെ മാളിക മുകളിലേക്ക് തിരിഞ്ഞു. അവിടെ അതാ സുരലോക സുന്ദരികളായ രണ്ട് യുവതികൾ പാട്ടും കളിയുമായി ആനന്ദിച്ചുല്ലസിക്കുന്നു. താഴെ തെരുവ് വീതിയിൽ നടക്കുന്ന ആർഭാടങ്ങളൊന്നും അവരുടെ ആനന്ദവായ്പിനെ സ്പർശിക്കുന്നില്ല. രാജാവ് കോപിച്ചു. സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ തന്നെ രണ്ട് യുവതികൾ അവഗണിക്കുകയോ? രാജാവിന് അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ചിന്തിച്ചു, ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ഇവിടെയില്ലെന്ന് പറയുന്നു. എന്നിട്ടും അവരുടെ അണിഞ്ഞൊരുങ്ങലും ഉല്ലാസവും കാണുമ്പോൾ അതിനിടയിൽ എന്തോ രഹസ്യമുണ്ടെന്ന് തോന്നുന്നു. ഇവർക്ക് എന്തോ ദോഷങ്ങളുണ്ടെന്ന് സ്പഷ്ടമാണ്. രാജാവ് കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ ഉടനെ രമേശനെ വിളിച്ചുകൊണ്ടുവരുവാൻ ആളയച്ചു. രാജാവിൻ്റെ കൽപ്പന കിട്ടിയ നിമിഷം രമേശൻ വന്നു വന്ദിച്ചു നിന്നു. രാജാവ് ചോദിച്ചു, ഹേ രമേശൻ, നിങ്ങളുടെ മകളുടെ ഭർത്താവ് നാടുവിട്ടു പോയിട്ട് മടങ്ങി വന്നോ? ക്ഷമിക്കണം, മകൾക്ക് 5 വയസ്സുള്ളപ്പോൾ അവൻ പോയതാണ്. ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല.
ശരി, ഞാൻ അവളെ വിവാഹം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്തു പറയുന്നു? അപ്പോൾ രമേശൻ പറഞ്ഞു, അങ്ങനെ കൽപ്പിക്കുന്നത് കഷ്ടമാണ്. വൈശ്യജാതിയിൽപ്പെട്ടവരാണ് ഞങ്ങൾ. മറ്റൊരു ജാതിയുമായി വിവാഹബന്ധം പാടില്ലെന്നാണ് കുലധർമ്മം. കൂടാതെ എൻ്റെ മകൾ വിവാഹിതയാണ്. രണ്ടാമതൊരു വിവാഹം കൂടി നടത്തുന്നത് തെറ്റാണല്ലോ. നിങ്ങളുടെ മകൾ ഇത്ര പതിവ്രതയാണെന്നാണോ നിങ്ങളുടെ വിചാരം? അവൾക്കൊരു ദോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാ കേട്ടോളൂ, അവൾ രഹസ്യമായി ആരെയോ സ്നേഹിക്കുന്നുണ്ട്. അങ്ങ് അങ്ങനെ പറയരുത്. നീചവൃത്തിയായ സ്ത്രീയെ ജാതിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ ആചാരം. അങ്ങ് പറയുന്നതിന് തെളിവുണ്ടോ? രമേശൻ ചോദിച്ചു. ആളെ പിടിച്ചു തന്നാൽ മാത്രമേ വിശ്വസിക്കൂ അല്ലേ? ശരി, ഞാൻ അതിനും തയ്യാർ. ഇന്നു മുതൽ 40 ദിവസത്തിനുള്ളിൽ ഞാൻ ആളെ പിടിച്ചു തരാം, രാജാവ് പറഞ്ഞു. രമേശൻ വിഷാദചിത്തനായി സ്വഗൃഹത്തിൽ തിരിച്ചെത്തി. രാജാവ് ഇത്ര ദൃഢമായി പറയുന്നത് കൊണ്ട് അതിൽ വല്ല സത്യവുമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം നേരെ പത്മാവതിയുടെ അന്തഃപുരത്തിലേക്കാണ് പോയത്. അവിടെ പെൺവേഷത്തിലിരുന്ന വിക്രമാദിത്യൻ ഒരു കട്ടിലിലും മകൾ മറ്റൊരു കട്ടിലിലുമായി കിടന്നുറങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് സംശയം ദൂരീകരിക്കപ്പെട്ടു. നിഷ്കളങ്കയായ പുത്രിയെ വെറുതെ സംശയിച്ചുവല്ലോ എന്നോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തം മുറിയിൽ പോയി മനസമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ആരംഭിച്ചു. രഹസ്യക്കാരനെ പിടിച്ചു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ രാജാവ് അതിനുവേണ്ടി പടനായകന്മാരെ വിളിച്ച് രഹസ്യമായി ചട്ടം കെട്ടി. അവർ രാപ്പകൽ രമേശന്റെ ഭവനത്തിൽ കാവൽ നിൽക്കാൻ തുടങ്ങി. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ടും കാവൽക്കാർക്ക് സംശയാസ്പദമായ ചുറ്റുപാടോടുകൂടി ഒരാളെപ്പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ 39 ദിവസം കഴിഞ്ഞു. കാവൽക്കാർക്ക് പരിഭ്രമമായി. തങ്ങളുടെ തല പോകുന്ന പ്രശ്നമാണ്. അന്ന് രാത്രിയിലും ജാഗ്രതയോടുകൂടി പാറാവുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഉഷ്ണം നിമിത്തം വിക്രമാദിത്യനും പത്മാവതിയും കൂടി തങ്ങളുടെ കിടപ്പ് വെളിയിലെ പൂന്തോട്ടത്തിലേക്കാക്കി. സംസാര സാഗരത്തിൽ മുഴുകി കുറെ കഴിഞ്ഞപ്പോൾ ഇളങ്കാറ്റേറ്റ് അവർ ഗാഢനിദ്ര പ്രാപിച്ചു. പറമ്പിന്റെ മുക്കും മൂലയും പരിശോധിച്ചു കൊണ്ടിരുന്ന കാവൽക്കാർ 2 ആളുകൾ സമീപത്തായി കിടന്നുറങ്ങുന്നത് കണ്ടു. അടുത്തു വന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ തങ്ങളുടെ ശ്രമം വിജയിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായി. കള്ളനെയും പത്മാവതിയെയും ഒരുമിച്ച് പിടിക്കാൻ കഴിഞ്ഞതിൽ അവർ അതിയായി ആഹ്ലാദിച്ചു.